വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ് യേശു എന്ന് തെസ്സലോനിക്കർ അറിഞ്ഞു, നാം അറിഞ്ഞതുപോലെ. വരുവാനുള്ള കോപം, ദൈവത്തിന്റെ ന്യായവിധി, ദൈവത്തിന്റെ ക്രോധം, അതിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനാണ് യേശു ക്രിസ്തു. നാം യേശുവിൽ വിശ്വസിച്ചപ്പോൾ നാം ഒഴിയപ്പെട്ടത് വരുവാനുള്ള ക്രോധമാണ്. ദൈവത്തിന്റെ അന്ത്യ ന്യായവിധിക്കകത്ത് നമ്മുടെ പേരുകളില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ഒരു ശിക്ഷാവിധിയുമില്ല. നാം ക്രിസ്തുയേശുവിലുള്ളവരാണ്. നമ്മുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടവരാണ്. എന്നാൽ എന്റെ ചോദ്യം, നിങ്ങൾ പത്രമാണോ? റേഡിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? നിങ്ങളെ കണ്ടാൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നുണ്ടോ? തെസ്സലോനിക്കരെ കണ്ടപ്പോൾ അവർക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞു. അവരുടെ വേ ഓഫ് ലൈഫിൽ നിന്ന്, അവർ പോയിക്കൊണ്ടിരുന്ന ജീവിത മാർഗത്തിൽ നിന്ന് അവർ നേരെ ഒരു യൂടേൺ എടുത്തു. അവർ തിരിഞ്ഞു, വലിയൊരു തിരിവ് നടന്നു. സുവിശേഷം തിരിച്ചു. കാരണം അത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും, ഒരു അഷുറൻസ്, ഭയങ്കര ഒരു അഷുറൻസ് വരെ, ബഹുനിശ്ചയം, അതിനകത്തൊരു മാറ്റമില്ലാത്ത വിധം അങ്ങനെ ദൈവത്തിന്റെ ഒരു ഇടപെടൽ സുവിശേഷത്തിനകത്ത് നടന്നു. വലിയൊരു തിരിവ് സംഭവിച്ചു. നാം തിരിയണം. എവിടെയൊക്കെയോ തിരിഞ്ഞിട്ടില്ല. നാം തിരിയണം. പരിശുദ്ധാത്മാവ് തിരിക്കാൻ തുടങ്ങുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ തിരിവുണ്ടാകട്ടെ. ഈ ലോകത്തിന്റെ കോഴ്സിൽ നിങ്ങൾ പോവുകയാണ്, ലോകത്തിന്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കുകയാണോ? തിരിഞ്ഞോണം. പാപത്തിന്റെ വഴിയിലാണോ? തിരിഞ്ഞോണം. ഹല്ലേലൂയ. സ്വന്തം ഇഷ്ടപ്രകാരമാണോ ജീവിക്കുന്നത്? തിരിഞ്ഞോണം. നമുക്ക് ജീവിക്കുവാൻ ഒരു അടിസ്ഥാന ഉപദേശം ഇവിടെ ഉണ്ട്. നമുക്ക് എഴുതി തന്നിട്ടുണ്ട് കർത്താവ്. പരിശുദ്ധാത്മാവ് നമുക്കിത് കയ്യിൽ പ്രിന്റഡ് കോപ്പി ആയിട്ട് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ എല്ലാ ഡിവൈസുകൾക്കകത്തും വിവിധ ഭാഷയിൽ വിവിധ തർജിമയ്ക്കകത്ത് നമുക്കുണ്ട്. ആമേൻ. ഇത് വായിക്കണം. ഇത് അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ജീവിക്കാവൂ. കാരണം ഇന്നത്തെ കാലഘട്ടം പോകുന്നത് ഇതിന് വിരുദ്ധമായിട്ടാണ്. വചനവിരുദ്ധമായുള്ള കാര്യങ്ങൾക്കകത്ത് സഞ്ചരിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ തെസ്സലോനിക്ക സഭ തിരിഞ്ഞു. നാം തിരിയണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നൊരു തിരിവുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു തിരിയട്ടെ.